Hi students, welcome to our next session. We have already studied the topic inflation. What do you mean by inflation? Inflation means rising prices of almost all items. That is inflation. As a result of inflation, the purchasing power among people will be reduced. Then we can discuss about the causes of inflation. What are the various causes of inflation? They are increase in public expenditure, increase in private expenditure, increase in export, increase in the reduction in taxation, increase in wage and salary, shortage of factors of production, hoarding by traders, exchange rate fluctuation, deficit financing, slow growth of industrial production, increase in population and black money. These are the causes of inflation. Then we have to explain the topic increase in public expenditure. What do you mean by public expenditure? Public expenditure is the expenditure made by government on collective basis. It is the contribution by government for the infrastructure, pension, etc. This is public expenditure. Public expenditure എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടത്തുന്ന സ്പെൻഡിങ് ആണ്. ഗവൺമെന്റ് ഒരുപാട് പെൻഷൻ സ്കീമുകൾ, സെക്യൂരിറ്റി സ്കീമുകളൊക്കെ ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗവൺമെന്റ് അതിന്റെ ഖജനാവിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കിന് അത് വളരെ പൊതുജനങ്ങൾക്ക് അത് ഒരുപാട് ഗുണകരമാണ്. സോ ഗവൺമെന്റ് ഇങ്ങനെ ഒരുപാട്, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പെൻഷനുകളും മറ്റുമൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള പെൻഷനുകൾ 60 years ഓഫ് ഏജ് എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്നു, വിധവകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ ഏത് കാറ്റഗറി പെട്ടവർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ ഗവൺമെന്റിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ബൈ വേ ഓഫ് പെൻഷൻ, സെക്യൂരിറ്റി സ്കീംസ്, ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ അവരുടെ കയ്യിലുള്ള കൂടുതൽ മണി അവരുടെ കയ്യിൽ വരാണ്. ദിസ് ലീഡ്സ് ടു റൈസിംഗ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് inflation. The next one, increase in private expenditure. Apart from government, private also spend a lot of money. That is private expenditure. Insurance and the security measures are adopted by പ്രൈവറ്റ്. ഇപ്പം ഈ ഗവൺമെന്റ് കൊടുക്കുന്നത് കൂടാതെ ഒരുപാട് ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ ഒരുപാട് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ ബെനിഫിറ്റ് ആസ് എ ഹോൾ. മൊത്തത്തിലുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടി അവരും ഒരുപാട് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ബെനിഫിറ്റുകൾ കിട്ടും തോറും ആളുകളുടെ കയ്യിലെ മണി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആസ് എ റിസൾട്ട് ഇൻഫ്ലേഷൻ മേ അറൈസ്. ദ നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്. ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്. ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, ഇന്ത്യ ഇപ്പോൾ വളരെയധികം എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ളതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്, നമ്മുടെ രാജ്യത്ത് ആ പ്രൊഡക്റ്റ് കിട്ടാനില്ല. സോ ഇറ്റ് ക്രിയേറ്റ്സ് shortage of commodity. As a result of shortage of commodity, it may raises the price of most items. That is increase in exports. The next one, reduction in taxation. Government reduces the taxation. This will cause the inflation. അപ്പോൾ ഗവൺമെന്റ് ഓരോ ഐറ്റത്തിന്മേലുള്ള ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ആളുകളുടെ ആ ഡിമാൻഡ്, ആളുകൾ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് തുടങ്ങും. സോ result into the increase in demand for goods and services. The demand for goods and services increases, it will leads to rise in prices. That is the effect of reduction in taxation. The next one, increase in wage, salary, etc. Increase in wage and salary causes increase in purchasing power of a people. നമുക്കറിയാം സാലറി വേജ് കൂടും തോറും അവരുടെ പർച്ചേസിംഗ് പവർ കൂടാണ്. ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പ്രൈസ്, ദിസ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ കയ്യിലുള്ള മണി കൂടും തോറും നമുക്ക് സാധനങ്ങളും സേവനങ്ങളും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇൻക്രീസ്ഡ് ഡിമാൻഡ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ.
The next one, shortage of factors of production. We have already studied there are some factors of production. What are the various factors of production? Land, labor, capital and organization. അല്ലെ, നമുക്കറിയാം 4 factors of production ഉണ്ട്. Land, labor and capital and organization. If there is any shortage, if there is shortage in any of the factor, ഇപ്പം നമ്മളുടെ ഇപ്പോൾ അത് കൂടാതെ നമ്മൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്, മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്, മെൻ ഉപയോഗിക്കുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വന്നാൽ, ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് ഇൻ എനി ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു increased cost of production. The increased cost of production may result into pricing goods of that പ്രൈസ് ഇൻ ദാറ്റ് ഗുഡ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറേഴ്സ് അതിൻ്റെ പ്രൈസ് കൂട്ടും. ദിസ് വിൽ ഓൾസോ എ കോസ് ഓഫ് ഇൻഫ്ലേഷൻ. The other causes are hoarding by traders. Sometimes the traders may hoard the items in order to create an artificial scarcity. പലപ്പോഴും ട്രേഡേഴ്സ് ഹോർഡിങ് ചെയ്യാറുണ്ട്. ഹോർഡിങ് എന്ന് പറഞ്ഞാൽ ടെമ്പററിലി ഒരു സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്, പൂഴ്ത്തി വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കാം ഇടയ്ക്കിടെ സബോളകൾക്ക് വില കൂടി അല്ലെങ്കിൽ ഉള്ളിക്ക് വില കൂടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ട്രേഡേഴ്സ് തന്നെ അത് പൂഴ്ത്തി വെക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ക്ഷാമം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കൂടും. ഇറ്റ്സ് വിൽ റിസൾട്ട് ഇൻ ടു ദി rise in prices, that is hoarding by traders. Then exchange rate fluctuation. Increased rate of exchange rate may cause അനദർ കോസ് ഓഫ് റൈസ് ഇൻ പ്രൈസസ്. ഇപ്പോൾ നമ്മൾ USA ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, നമുക്ക് ആ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മളുടെ പ്രൈസ് കൂടിയായിട്ട് വരിക. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഫ്ലേഷൻ വന്നു എന്ന് നമുക്ക് പറയാം. ഇൻഫ്ലേഷൻ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ഇൻക്രീസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. ആ ഡോളറും റുപ്പി തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. അത് കൂടും തോറും നമ്മുടെ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. Then deficit financing. Sometimes firms are out of money. Their expenditure are more than their income. പലപ്പോഴും അവരുടെ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും അവരുടെ എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് they may borrow money from public. That is deficit financing. ആ ഡെഫിസിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എക്സ്പെൻഡിച്ചർ കൂടിയത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ എക്സസ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും ഇങ്ങനെ ബോറോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്കിൽ നിന്നൊക്കെ. ദിസ് വിൽ റിസൾട്ട് ഇൻ ടു റൈസ് ഇൻ പ്രൈസസ്. Then slow growth of industrial production. In our country, industrial production is very low in our country. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ് ആർ ലോ. നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദിസ് വിൽ ലീഡ്സ് ടു റൈസ് ഇൻ പ്രൈസസ്. ദെൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നമുക്കറിയാം നമ്മൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് മുമ്പിലാണ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അല്ലേ, സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് വേൾഡിൽ ഇന്ത്യ പോപ്പുലേഷൻ്റെ കേസിൽ. അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷൻ കൂടി വരുമ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ഓൾസോ ഇൻക്രീസ്. ആസ് എ റിസൾട്ട് പ്രൈസ് ഓഫ് സച്ച് കമ്മോഡിറ്റീസ് വിൽ റൈസ്. ഇപ്പോൾ പോപ്പുലേഷൻ്റെ ആ ഒരു ഇൻക്രീസ് വരും തോറും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കും. ആസ് എ റിസൾട്ട് അതിൻ്റെ പ്രൈസും കൂടി കൂടും. ദെൻ ബ്ലാക്ക് മണി ഓർ പാരലൽ മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാക്സ് വെട്ടിച്ചുകൊണ്ടുള്ള പണമാണ്, നമുക്ക് എവിടെയും അതിൻ്റെ സോഴ്സ് കാണിക്കാനൊന്നും പറ്റില്ല. സോ ആളുകളുടെ കയ്യിൽ ഈ ബ്ലാക്ക് മണി മൂലം അല്ലെങ്കിൽ പാരലൽ ഇക്കോണമി മൂലം ഒരുപാട് മണി ഇങ്ങനെ വരികയാണ്. ദിസ് റിസൾട്ട് ഇൻ ടു ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. It will rise the price of goods. Thank you all. Thank you students.